ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇപ്പോൾ ഈ OFDM നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻസ് എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്, ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് OFDM, പിന്നെ നമുക്ക് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ ശരിക്കും ഇൻട്രൊഡക്ഷൻ ടു OFDM എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഒരു ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. 10 മാർക്സിന് വരെ SAക്ക് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ഈ OFDM ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ എഴുതേണ്ടത് ആപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രിൻസിപ്പിൾ അലോങ് വിത്ത് ബ്ലോക്ക് ഡയഗ്രാം, അഡ്വാൻറ്റേജസും, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ പറയേണ്ടത്. അപ്പം OFDM നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ OFDM ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുന്നത് സെല്ലുലാർ സ്റ്റാൻഡേർഡ്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സെല്ലുലാർ സ്റ്റാൻഡേർഡ്സിലും യൂസ് ചെയ്യാറുണ്ട്. അതേകൂട്ട് തന്നെ വൈഫൈ, ഓക്കെ, വയർലെസ് സ്റ്റാൻഡേർഡ്സ്, വൈഫൈ സ്റ്റാൻഡേർഡ്സിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വൈഫൈ സ്റ്റാൻഡേർഡുകളിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ സെല്ലുലാർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം OFDM യൂസ് ചെയ്യുന്നത് 4G സെല്ലുലാർ സിസ്റ്റത്തിലാണ്. ഓക്കെ, 4G മൊബൈൽസിൽ അല്ലെങ്കിൽ 4G വയർലെസ് സിസ്റ്റത്തിലാണ് OFDM ജനറലി യൂസ് ചെയ്യുന്നത്. സോ 4Gയിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഏതാണ്? നമുക്കെല്ലാം അറിയാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ 4G മൊബൈൽ ഫോൺസിലൊക്കെ ഡിസ്പ്ലേയുടെ ടോപ്പിലായിട്ട് അവിടെ ഏത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് കാണിക്കാറില്ലേ? LTE അല്ലേ? LTE സ്റ്റാൻഡേർഡാണ് 4G സെല്ലുലാർ സ്റ്റാൻഡേർഡ് ഏതാണ്? LTE അല്ലേ? LTEയുടെ ഫുൾ ഫോം എന്താണ്? ലോങ് ടേം എവല്യൂഷൻ. ഓക്കെ, ലോങ് ടേം എവല്യൂഷൻ ആണ് LTEയുടെ ഫുൾ ഫോം. സോ 4G സെല്ലുലാർ സ്റ്റാൻഡേർഡ്, LTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ 4G സെല്ലുലാർ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ ഇതിൽ യൂസ് ചെയ്യുന്ന 4G വയർലെസ് സിസ്റ്റത്തിൽ ഈ 4G സെല്ലുലാർ സ്റ്റാൻഡേർഡായ LTEയിലൊക്കെ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ ഏതാണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സിങ് ഏതാണ്? OFDM ആണ്. ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല, വേറെ 4G സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. LTE മാത്രമല്ല, വേറെ 4G സ്റ്റാൻഡേർഡ്സ് ലൈക്ക് WiMAX. ഓക്കെ, യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഓൾ ദിസ്. WiMAX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേൾഡ് വൈഡ്. ഓക്കെ, വേൾഡ് വൈഡ് interoperability for microwave access. ഓക്കെ, ഇവിടെയും ഏതാണ്? OFDM ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബോത്ത് WiMAX ആസ് വെൽ ആസ് LTE ഈസ് ബേസ്ഡ് ഓൺ OFDM. ഓക്കെ, LTEയിൽ തന്നെ LTE അഡ്വാൻസ്ഡ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ വോട്ട് OFDM ആണ്. അപ്പം ഈ ഒരു ഇതിപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം സെല്ലുലാർ സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ സെല്ലുലാർ സ്റ്റാൻഡേർഡ്സിൽ മാത്രമല്ല, വൈഫൈ സ്റ്റാൻഡേർഡ്സിലും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വൈഫൈ സ്റ്റാൻഡേർഡ്സ് ഓർ WLAN. ഓക്കെ, ദറ്റ് ഈസ് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലും ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ OFDM. സോ ബോത്ത് വൈഫൈ സ്റ്റാൻഡേർഡ്സും അതേകൂട്ട് തന്നെ ഈ സെല്ലുലാർ സ്റ്റാൻഡേർഡ്സിലും വൈഫൈ സ്റ്റാൻഡേർഡ്സിലും ഒക്കെ OFDM ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി OFDM എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ OFDM എന്ന് ശരിക്കും OFDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡ് ബാൻഡ് ടെക്നോളജിയാണ്. ഓക്കെ, OFDM ഈസ് എ ബ്രോഡ് ബാൻഡ്. OFDM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രോഡ് ബാൻഡ് ടെക്നോളജി. ഓക്കെ, വയർലെസ് അങ്ങനെ തന്നെ പറയാം, തീർച്ചയായിട്ടും വയർലെസ് ആണ്. ഇറ്റ് ഈസ് വയർലെസ് ബ്രോഡ് ബാൻഡ് ടെക്നോളജിയാണ് OFDM. അപ്പോൾ ബ്രോഡ് ബാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ലാർജർ ബാൻഡ് വിഡ്ത്ത് ആണ് അല്ലേ? ലാർജർ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും, അതാണല്ലോ ബ്രോഡ് ബാൻഡ്. That means bandwidth is very much larger bandwidth ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? OFDM supports very large bandwidth. Okay, so that means OFDM supports larger bandwidth, very large bandwidth സപ്പോർട്ട് ചെയ്യുന്ന ഒരു വയർലെസ് ബ്രോഡ് ബാൻഡ് ടെക്നോളജിയാണ് OFDM എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോഡ് ബാൻഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് സപ്പോർട്ട്സ് വെരി ലാർജ് ബാൻഡ്വിഡ്ത്ത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2G മൊബൈൽ ഫോൺസ് ഒക്കെ നമുക്കറിയാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഏത് ടെക്നോളജി ആയിരുന്നു? GSM യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് ആയിരുന്നു അല്ലേ? 2G സെല്ലുലാർ ഫോൺസ് ഒക്കെ. അപ്പോൾ ഈ GSMലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 kHz ഒക്കെ ആയിരുന്നു അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ OFDM നോക്കുകയാണെങ്കിൽ
OFDMൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഇറ്റ് ക്യാൻ കം അപ് ടു 20 മെഗാഹെർട്സ് വരെയാണ് OFDMൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. 20 മെഗാഹെർട്സോളം വരും. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇത് 200 കിലോ ഹെർട്സേ ഉള്ളൂ, ഇവിടെ 20 മെഗാഹെർട്സ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒരു 100 ടൈംസ് ആണ് ഈ 20 മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ. അതായത് OFDMൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100 ടൈംസ് ഗ്രേറ്റർ ദാൻ GSMൻ്റെ ബാൻഡ് വിഡ്ത്ത് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതൊരു ബ്രോഡ് ബാൻഡ് ലാർജർ ബാൻഡ് വിഡ്ത്ത് ടെക്നോളജിയാണ് OFDM എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ സിൻസ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഹൈ, ഓഫ് കോഴ്സ് ഡേറ്റ റേറ്റും എന്തായിരിക്കും, ഹൈ ആയിരിക്കും അല്ലേ. നമുക്കറിയാം ഇറ്റ് വിൽ ഹാസ് ഹൈ ഡേറ്റ റേറ്റ് അല്ലേ. 4G ഫോൺസിനകത്തൊക്കെ കമ്പയർഡ് ടു 2G ഫോൺസ് ഡേറ്റ റേറ്റ് വളരെ ഹൈ അല്ലേ. സോ ഇറ്റ് ഹാസ് ഹൈ ഡേറ്റ റേറ്റ് ഓൾസോ. സോ OFDMനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ വയർലെസ് ബ്രോഡ്ബാൻഡ് ടെക്നോളജി, കീ വയർലെസ് ബ്രോഡ്ബാൻഡ് ടെക്നോളജിയാണ്. സപ്പോർട്ട്സ് വെരി ലാർജ് ബാൻഡ് വിഡ്ത്ത് ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ് ഹാസ് ഹൈ ഡേറ്റ റേറ്റ് ഓൾസോ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞിടത്തൊക്കെയാണ്. ഇനി എന്താണ് ഈ OFDMൻ്റെ പ്രിൻസിപ്പൽ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ബിഹൈൻഡ് OFDM? ലെറ്റ്സ് സീ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. അപ്പോൾ അതിന് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ഫസ്റ്റ് യു ജസ്റ്റ് കൺസിഡർ നോർമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, കൺസിഡർ കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു സാധാ കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് പർട്ടിക്കുലർ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഇതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സോ ദിസ് ഐ എം ഗോയിങ് ടു കൺസിഡർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്ത് ദിസ് മച്ച് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞത് ഇറ്റ് വിൽ ബി സെൻറ്റേർഡ് അറൗണ്ട് എ കാരിയർ ഫ്രീക്വൻസി അല്ലേ. ഈ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെൻറ്റേർഡ് അറൗണ്ട് എ കാരിയർ ഫ്രീക്വൻസി. അപ്പോൾ ഇതായിരിക്കും എന്ത്, ഇത് കാരിയറാണ്. ഓക്കെ, ദിസ് ഈസ് ദ കാരിയർ ആൻഡ് ദിസ് വിൽ ബി ദ സെൻറ്റർ ഫ്രീക്വൻസി ഓർ കാരിയർ ഫ്രീക്വൻസി ആയിരിക്കും ഇത്. അപ്പോൾ ഈ സാധാ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നോക്കുവാണെങ്കിൽ ഇതാണ് ബാൻഡ് വിഡ്ത്ത്, ഒരു കാരിയറേ ഉള്ളൂ അല്ലേ. ഒരു സിംഗിൾ കാരിയർ ഉള്ള ഒരു സാധാ കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഞാൻ നിങ്ങളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ഞാൻ ഈ ബാൻഡ് വിഡ്ത്ത് ഈ ബാൻഡ് വിഡ്ത്ത് ഇതിനൊരു 10 മെഗാഹെർട്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ലെറ്റ് ദ ബാൻഡ് വിഡ്ത്ത് ബി 10 മെഗാഹെർട്സ്. ഓക്കെ, സപ്പോസ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് 10 മെഗാഹെർട്സ്. ദെൻ വാട്ട് ഈസ് ദ സിമ്പിൾ ടൈം? അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ടൈം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടൈം എങ്ങനെയാണ്? ഓഫ് കോഴ്സ് 1 ബൈ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 1 ബൈ ബാൻഡ് വിഡ്ത്ത് ആണ്, ദാറ്റ് ഈസ് 1 ബൈ 10 മെഗാഹെർട്സ് എന്ന് വരും. സോ 1 ബൈ 10 മെഗാഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 0.1 മൈക്രോ സെക്കൻഡ്സ് ആണ് അല്ലേ. 0.1 മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പോൾ സാധാ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിത്ത് ബാൻഡ് വിഡ്ത്ത് 10 മെഗാഹെർട്സ് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ സിമ്പിൾ ടൈം, സിമ്പിൾ ടൈം എന്ന് പറഞ്ഞത് എനിക്ക് എത്രയാണ് കിട്ടിയത്? 0.1 മൈക്രോ സെക്കൻഡ്സ് ആണ് കിട്ടിയത്. ഓക്കെ, ബട്ട് നോർമലി ഈ ഒരു ഡിലേ സ്പ്രെഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡിലേ സ്പ്രെഡ് എന്താണെന്ന്. ഈ ഡിലേ സ്പ്രെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോർമലി ഡിലേ സ്പ്രെഡ് ഓഫ് എ ചാനൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 2 to 3 മൈക്രോ സെക്കൻഡ് ആ റേഞ്ചിലാണ് ഈ ഒരു ചാനലിൻ്റെ ഡിലേ സ്പ്രെഡ് ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ സിമ്പിൾ ടൈം എന്ന് പറഞ്ഞാൽ 0.1 മൈക്രോ സെക്കൻഡ് ആണല്ലേ. അപ്പോൾ ആ സിമ്പിൾ ടൈം ഡിലേ സ്പ്രെഡിനെക്കാട്ടിയും വളരെ വളരെ ചെറുതാണല്ലേ. ഓർ നമുക്ക് പറയാം ഡിലേ സ്പ്രെഡ്, TD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ത്, സിമ്പിൾ ടൈമിനെക്കാട്ടിയും. ഓർ നമുക്ക് പറയാം സിമ്പിൾ ടൈം ഈസ് മച്ച് ലെസ് കമ്പയർഡ് ടു ദ ഡിലേ സ്പ്രെഡ്. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഡിസ്റ്റോഷൻ സംഭവിക്കും അല്ലേ. ഡിസ്റ്റോഷൻ വിൽ ഒക്കർ, ഇൻ്റർ സിമ്പിൾ ഇൻ്റർഫിയറൻസ് ഓർ ഡിസ്റ്റോഷൻ വിൽ ഒക്കർ ഈഫ് സിമ്പിൾ ടൈം ബിക്കംസ് ലെസ് ദാൻ വാട്ട്, ഡിലേ സ്പ്രെഡ് അല്ലേ. അപ്പോൾ ഇത് ഡിസ്റ്റോഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഡിസ്റ്റോഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാൻഡ് വിഡ്ത്ത് നമുക്ക് എന്താ ഇത് അല്ലേ, ഡിസ്റ്റോഷൻ കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സിമ്പിൾ ടൈം കൂട്ടണം. സിമ്പിൾ ടൈം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിൾ ടൈം കൂട്ടണമെങ്കിൽ ഈ ബാൻഡ് വിഡ്ത്ത് നമുക്ക് കുറയ്ക്കണം അല്ലേ. ഈ ബാൻഡ് വിഡ്ത്ത് കുറച്ചാൽ നമുക്കത്. സോ വാട്ട് വി ഒബ്സർവ് ഈസ്, അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്താണ്? ആസ് ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്തത് ബാൻഡ് വിഡ്ത്ത് കൂടും തോറും ആസ് ദ ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് സിമ്പിൾ ടൈം ഈസ് ഗെറ്റിംഗ് ഡിക്രീസ്ഡ് അല്ലേ. ഇപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുവാണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആസ് ബാൻഡ് വിഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് സിമ്പിൾ ടൈം ഈസ് ഡിക്രീസ്ഡ്. സോ ഇറ്റ് വിൽ ബിക്കം
and the simple time will become very less compared to the delay spread. Is it clear? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് ഡിസ്റ്റോർഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഈ ബാൻഡ് വിഡ്ത്ത് കൂട്ടുവാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും സിമ്പിൾ ടൈം വീണ്ടും കുറയും അല്ലേ? സിമ്പിൾ ടൈം കുറഞ്ഞ് വീണ്ടും അത് ഡിലേ സ്പ്രെഡിനെക്കാട്ടിയും ചെറുതാകും. അതായത് ബാൻഡ് വിഡ്ത്ത് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടുതൽ ബ്രോഡ്ബാൻഡ് ആകുവാണെങ്കിൽ, ഓക്കെ, വീണ്ടും ബാൻഡ് വിഡ്ത്ത് ഞാൻ കൂട്ടുവാണ്, ദാറ്റ് മീൻസ് മൈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂടുതൽ ബ്രോഡ്ബാൻഡ് ആകുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബ്രോഡ് ബാൻഡഡ് ആകുവാണെങ്കിൽ എഗെയിൻ ഡിസ്റ്റോർഷൻ കൂടും അല്ലേ? സോ ആസ് അവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിക്കം മോർ ആൻഡ് മോർ ബ്രോഡ് ബാൻഡ്, ദാറ്റ് മീൻസ് ആസ് ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് എഗെയിൻ, ഈ ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്തോറും സിമ്പിൾ ടൈം കുറയുകയും ആ സിമ്പിൾ ടൈം ഡിലേ സ്പ്രെഡിനെക്കാട്ടിയും വളരെ ചെറിയ വാല്യൂയിലോട്ട് പോവുകയും ഡിസ്റ്റോർഷൻ സംഭവിക്കുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് അല്ലേ? അപ്പോൾ ബ്രോഡ്ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബാൻഡ് വിഡ്ത്ത് കൂടുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും, ഇങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. അപ്പോൾ ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഓക്കെ, ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലാർജർ ബാൻഡ് വിഡ്ത്ത്, ഓക്കെ, ഞാനിത് എടുക്കാൻ പോവാണ്. ഓക്കെ, ആ ഒരു ബാൻഡ് വിഡ്ത്ത് ഇവിടെ മുതൽ ഇവിടെയാണ് ആ ബാൻഡ് വിഡ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ എടുത്ത ബാൻഡ് വിഡ്ത്ത് എത്രയാണ്? 10 മെഗാഹെർട്സ് എന്ന് പറഞ്ഞ ബാൻഡ് വിഡ്ത്ത് ഇവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, അപ് ടു ഹിയർ. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബാൻഡ് വിഡ്ത്തിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, കുറേ സബ് ബാൻഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു സോ മെനി സബ് ബാൻഡ്സ്. കുറേ സബ് ബാൻഡ്സ് ആയിട്ട് ഞാൻ ഈ ബാൻഡ് വിഡ്ത്തിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഓരോ സബ് ബാൻഡിലും ഞാൻ ഓരോ ക്യാരിയർ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ക്യാരിയർ, ഓക്കെ, ഇവിടെ ഒരു ക്യാരിയർ, ഇവിടെ ഒരു ക്യാരിയർ, ഹിയർ ഐ എം ഗോയിങ് ടു പ്ലേസ് carrier onto each sub. അപ്പോൾ കുറേ ബാൻഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറേ ക്യാരിയേഴ്സ് യൂസ് ചെയ്തു. അപ്പോൾ ബിഫോർ നിങ്ങൾ ആദ്യം ഇവിടെ കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഒറ്റ ഒരു ക്യാരിയറേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സെൻറ്റേർഡ് ആ ഒരു ബാൻഡ് വിഡ്ത്തിൻ്റെ സെൻറ്ററിലായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഡിവൈഡ് പറയാൻ പോയത് ആ ബാൻഡ് വിഡ്ത്തിനെ കുറേ സബ് ബാൻഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് ക്യാരിയേഴ്സ് ആ സബ് ബാൻഡിൽ പ്ലേസ് ചെയ്തു അല്ലേ? സോ ഇതൊന്ന് ഓരോന്നും പറയുന്നത് എന്താണ്? ഇതെല്ലാം സ്മോളർ ബാൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ബാൻഡ്, ആ ചെറിയ ബാൻഡിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞത്. നേരത്തെ 10 മെഗാഹെർട്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു ബാൻഡിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് ഒരു സബ് ബാൻഡ് എന്ന് പറയും. ഓക്കെ, ദീസ് ആർ ദ സ്മോളർ ബാൻഡ് ഓർ സബ് ബാൻഡ്. സോ ബിഫോർ വി ഹാഡ് എ സിംഗിൾ ക്യാരിയർ, ബട്ട് നൗ വി യൂസ് മൾട്ടിപ്പിൾ ക്യാരിയേഴ്സ്. ഓരോ സബ് ബാൻഡിലും നമ്മൾ ഓരോ ക്യാരിയേഴ്സിനെ ലോഡ് ചെയ്തു അല്ലേ? ഒരു മൾട്ടിപ്പിൾ ക്യാരിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ. So what we have done, we have divided the bandwidth into many sub-bands and we are using multiple carriers. Okay, multiple carriers or multiple sub-bands യൂസ് ചെയ്യുവാണ്, മൾട്ടിപ്പിൾ സബ് ബാൻഡ്സ് യൂസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഡിലേ സ്പ്രെഡ് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നേരത്തെ ഉള്ള ബാൻഡ് വിഡ്ത്ത് ബി ആയിരുന്നു. ഇപ്പോൾ ആ ബാൻഡ് വിഡ്ത്തിനെ ഞാൻ സപ്പോസ് n സബ് ബാൻഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും. n സബ് ബാൻഡുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ മൊത്തത്തിലുള്ള, അപ്പോൾ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് നേരത്തെ ബി ആയിരുന്നു, ആ ബീനെ ഞാൻ n സബ് ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ B/n ആയിരിക്കും അല്ലേ? അന്നേരം ന്യൂ സിമ്പിൾ ടൈം എന്താണ്? അപ്പോൾ അന്നേരം ന്യൂ സിമ്പിൾ ടൈം എന്താണ്? ന്യൂ സിമ്പിൾ ടൈം ഈസ് ഈക്വൽ ടു 1 ബാൻഡ് വിഡ്ത്ത് ആണ്. ബട്ട് നൗ ഐ ഹാവ് ഡിവൈഡഡ് ദ ബാൻഡ് വിഡ്ത്ത് ബൈ n ടൈംസ്. സോ B/n എന്ന് നമുക്ക് കിട്ടിയല്ലേ? അപ്പോൾ എന്താണ്? സോ നമ്മൾ ഇവിടെ നേരത്തെ ഉള്ള ബാൻഡ് വിഡ്ത്ത് വളരെ വലുതായിരുന്നു, ഇപ്പോൾ ആ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞു അല്ലേ? ആ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ n ആയിട്ട് ഡിവൈഡ് ചെയ്തു, ആ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞു. സോ ദിസ് വാല്യൂ ഹാസ് ഗോട്ട് റെഡ്യൂസ്ഡ്, ദിസ് വാല്യൂ, ആ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? തീർച്ചയായിട്ടും നമ്മുടെ സിമ്പിൾ ടൈം കൂടും അല്ലേ? ഈ സിമ്പിൾ ടൈം കൂടി ദി സിമ്പിൾ ടൈം വിൽ ബിക്കം ഗ്രേറ്റർ ദാൻ ദ ഡിലേ സ്പ്രെഡ്. അന്നേരം എന്താ പറ്റുന്നത്? ഡിസ്റ്റോർഷൻ ഉണ്ടാവുമോ? ഇല്ല, ഡിസ്റ്റോർഷൻ കാണത്തില്ല. അപ്പോൾ ആ നേരത്തെ സിമ്പിൾ ടൈം എന്ന് പറയുന്നത് 1 ബാൻഡ് വിഡ്ത്ത് ആണ്. ഇവിടെ നമ്മൾ ആ ബാൻഡ് വിഡ്ത്തിനെ കുറേ ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? ടോട്ടൽ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ n സബ് ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ നേരത്തുള്ള ബാൻഡ് വിഡ്ത്ത് ഇതാണെങ്കിൽ ആ ബാൻഡ് വിഡ്ത്ത് ബൈ n കുറഞ്ഞു അല്ലേ? അത് കുറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ സിമ്പിൾ ടൈം കൂടും. ഈ സിമ്പിൾ ടൈം കൂടി ഡിലേ സ്പ്രെഡിനെക്കാട്ടിയും ഗ്രേറ്റർ ആകും. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഡിലേ സ്പ്രെഡിനെക്കാട്ടിയും കുറയുന്നതായിട്ടായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ? സിമ്പിൾ ടൈം വാസ് ലെസർ ദാൻ ഡിലേ സ്പ്രെഡ്. ബട്ട് സിൻസ് വി ഡിവൈഡഡ് ദാറ്റ് ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു സോ മെനി സബ് ബാൻഡ്സ്, വാട്ട് ഹാപ്പൻസ് ഈസ് സിമ്പിൾ ടൈം വിൽ become
greater than delay spread, and so we can avoid the distortion or intersymbol interference അല്ലെങ്കിൽ ഡിസ്റ്റോഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയത്? കാരണം ഹിയർ വി ആർ യൂസിങ് മൾട്ടിപ്പിൾ സബ് ബാൻഡ്സ് ഓർ മൾട്ടിപ്പിൾ ക്യാരിയേഴ്സ് അല്ലേ. ഇങ്ങനെ മൾട്ടിപ്പിൾ സബ് ബാൻഡ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ് ബാൻഡ്സ് ഓർ മൾട്ടിപ്പിൾ ക്യാരിയേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം, ഓക്കെ, സച്ച് എ സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ സബ് carriers or multiple subbands, okay, so such a system with multiple subbands or multiple carriers is known as a multi-carrier system. Multi-carrier മോഡുലേറ്റഡ് സിസ്റ്റം എന്ന് പറയും. മൾട്ടി കാരിയർ മോഡുലേറ്റഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, എന്താണ്? സിസ്റ്റം വിത്ത് മൾട്ടിപ്പിൾ സബ് കാരിയേഴ്സ് ഓർ മൾട്ടിപ്പിൾ സബ് ബാൻഡ്സ് ഈസ് കോൾഡ് എ മൾട്ടി കാരിയർ മോഡുലേറ്റഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയും, ഓർ MMS എന്ന് പറയും. ആൻഡ് ദിസ് ഈസ് ദ principle or basis of OFDM. This forms the basis of OFDM, or this forms the basic principle of OFDM. OFDMൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ കുറേ സെവറൽ ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഓരോ ബാൻഡിലും നമ്മൾ മൾട്ടിപ്പിൾ ക്യാരിയേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഓക്കെ, സോ ഞാനത് ഇവിടെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു OFDM എന്നേ സിലബസിൽ പറയുന്നുള്ളൂ. സോ അതനുസരിച്ചാണ് ഞാൻ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 4G വയർലെസ് സ്റ്റാൻഡേർഡിലാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. OFDM ഈസ് എ OFDM is a it is a broadband technology. It has a larger bandwidth, high data rate. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. So OFDM is a communication technique. This is the principle which we discussed just now. See, it is a communication technique which divides the communication channel. ആ ബാൻഡ്വിഡ്ത്തിനെ കുറേ സബ് ബാൻഡ്സ് ആയിട്ട്, ഈക്വലി സ്പേസ്ഡ് ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ മൊത്തത്തിലുള്ള ബാൻഡ്വിഡ്ത്തിനെ കുറേ ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് OFDMൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്. ദിസ് ഈസ് എ കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. OFDMലേക്ക് വരുമ്പോഴത്തേക്കും, സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് OFDM. ഹിയർ ദാറ്റ് ബാൻഡ്വിഡ്ത്ത് is divided into so many sub bands, okay, or so many sub carriers. Say OFDM uses multiple sub bands or multiple sub carriers. കണ്ടോ, നേരത്തെ ബാൻഡ്വിഡ്ത്ത് B ആയിരുന്നെങ്കിൽ ഇപ്പോൾ ബാൻഡ്വിഡ്ത്ത് B/N ആയിട്ട് വരും അല്ലേ. ടോട്ടൽ ബാൻഡ്വിഡ്ത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. ഈ ഒരു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് B/N ആയിട്ട് വരും. ഓക്കെ, B/N. ഓക്കെ, B/N, വേർ N നമ്പർ ഓഫ് സബ് ബാൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് സിമ്പിൾ ടൈം ഡിലേ സ്പ്രെഡിനെക്കാട്ടിയും ഗ്രേറ്റർ ആവുകയും ഡിസ്റ്റോഷൻ അവോയ്ഡ് ചെയ്യാനും പറ്റും. സോ ദിസ് ഈസ് എ മൾട്ടി കാരിയർ മോഡുലേറ്റഡ് സിസ്റ്റം ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ സ്മൂത്ത് ട്രാൻസ്മിഷൻ ഇൻ വൈഡ് ബാൻഡ് വയർലെസ് സബ് സിസ്റ്റത്തിലൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ബിഹൈൻഡ് OFDM. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു നമ്മൾ ആ ഒരു കുറേ ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഓരോ ബാൻഡിൽ നമ്മൾ ഓരോ ക്യാരിയർ പ്ലേസ് ചെയ്യും. അപ്പോൾ നേരത്തെ സിംഗിൾ ക്യാരിയർ ആണ്, പക്ഷേ OFDMലേക്ക് വരുമ്പോഴത്തേക്കും അതെന്താണ്? മൾട്ടി ക്യാരിയർ സിഗ്നലായിട്ട് മാറി. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം 1 2 3 4 5, ഓക്കെ, 5 ക്യാരിയേഴ്സ്, 5 സബ് ക്യാരിയേഴ്സ് ഉള്ള ഒരു OFDM ആണ്. ഞാനിവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു 4 ചാനൽ OFDM സിഗ്നലാണ്. അതുകൊണ്ടാണ് 4 കളറിൽ കാണിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ബ്ലൂ, ഗ്രീൻ, ഒരു വയലറ്റ് ആൻഡ് റെഡ്. കണ്ടോ, 4 ചാനൽ മാത്രമാണ്, അല്ലെങ്കിൽ 4 സബ് ക്യാരിയേഴ്സ് ഉള്ള ഒരു OFDM സിഗ്നലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് സിങ്ക് വെച്ചിട്ടാണ്, സിങ്ക് ഫംഗ്ഷനാണ് നമ്മൾ ആ ഓരോ ക്യാരിയറിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സിങ്ക് ഫംഗ്ഷൻ വെച്ചിട്ടാണ്, സിങ്ക് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ സബ് ക്യാരിയേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഷുഡ് ബി ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഓവർ ഹിയർ ഈസ്, നിങ്ങളത് നോട്ട് ചെയ്താൽ മനസ്സിലാക്കും, ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിൽ ഒരു സബ് ക്യാരിയറിന് മാത്രമേ അതിൻ്റെ മാക്സിമം പീക്ക് ഉള്ളൂ. അതായത് ഇവിടെ 4 സബ് ക്യാരിയേഴ്സ് ഉണ്ടല്ലേ. സോ ഫ്രം ദ ഫിഗർ ദർ ആർ 4 സബ് ക്യാരിയേഴ്സ് ആൻഡ് ഇഫ് യു സീ വി ഹാവ് യൂസ്ഡ് സിങ്ക് ഫംഗ്ഷൻസ്. ഓക്കെ, സോ ദാറ്റ് സിങ്ക് ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകതയും അതാണ്. ഓക്കെ, വി ഹാവ് യൂസ്ഡ് സിങ്ക് ഫംഗ്ഷൻസ് സോ ദാറ്റ് വെൻ വൺ സബ് ക്യാരിയർ, ഈ ഒരു സബ് ക്യാരിയർ ഉണ്ടല്ലോ, വെൻ വൺ സബ് ക്യാരിയർ have its peak,
നോ അതർ സബ് കാരിയർ വിൽ ഹാവ് ഇറ്റ്സ് പീക്ക്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ ഒരു ബ്ലൂ വെച്ച് കാണിച്ചിരിക്കുന്ന ഇതിന് പീക്ക്, അതിൻ്റെ പീക്ക് വാല്യൂ ആണ്. ഓക്കെ, ഇത് ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ വേറെ ഒരു കാരിയറിനും ആ പീക്ക് വാല്യൂ വരുന്നില്ല അല്ലേ. ബാക്കി എല്ലാ സിങ്ക് ഫംഗ്ഷനും ഈ ഒരു വാല്യൂവിൽ നള്ളാണ്. ബാക്കി എല്ലാ സിങ്ക് ഫംഗ്ഷനും 0 ആണ്. ഇതിന് മാത്രമേ ഉള്ളൂ പീക്ക് വാല്യൂ. ഓക്കെ, ഇനി അടുത്ത നോക്കൂ, ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഗ്രീൻ കാരിയർ, ആ ഗ്രീൻ സിങ്ക് ഫംഗ്ഷന് മാത്രമേ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളൂ അല്ലേ. ആ ഇൻസ്റ്റൻറ്റിൽ ബാക്കി എല്ലാം എന്താണ്, ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ബാക്കി എല്ലാ ആംപ്ലിറ്റ്യൂഡ് എന്താണ്, ബാക്കി എല്ലാത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്, അല്ലെങ്കിൽ ബാക്കി എല്ലാം നൾസ് ആണ്. ഓക്കെ, എഗെയിൻ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ നോക്കുവാണെങ്കിൽ ഈ വയലറ്റ് ആ ഒരു സിങ്ക് ഫംഗ്ഷന് മാത്രമേ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ളൂ അല്ലേ. ബാക്കി ഒന്നും ഇതിലേക്ക് ഇൻ്റർഫിയേർഡ് ആവുന്നില്ല, ബാക്കി സിങ്ക് ഫംഗ്ഷൻസിൻ്റെ എല്ലാ വാല്യൂവും ആ ഒരു ഇൻസ്റ്റൻറ്റിൽ 0 ആണ്, അല്ലെങ്കിൽ നൾസ് ആണ്. സോ ഇവിടെ നമുക്ക് പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഈ സബ് കാരിയേഴ്സ് നോൺ ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, ഇത് ഓവർലാപ്പിംഗ് പോലെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഒരിക്കലും ഇത് ഓവർലാപ്പിംഗ് അല്ല. ഒരു ഇൻസ്റ്റൻറ്റിൽ നോക്കുവാണെങ്കിൽ ആ ഒരു സബ് കാരിയറിന് മാത്രമേ അതിന് മാക്സിമം പീക്ക് വാല്യൂ കാണത്തുള്ളൂ. ബാക്കി എല്ലാ സബ് കാരിയറും ആ ഒരു ഇൻസ്റ്റൻറ്റിൽ 0 ആയിരിക്കും. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഈ 40 എന്ന് പറഞ്ഞ ഇൻസ്റ്റൻറ്റിൽ നോക്കുവാണെങ്കിൽ ആ റെഡ് എന്ന് പറഞ്ഞ ഈ ഒരു സിങ്ക് ഫംഗ്ഷന് മാത്രമേ പീക്ക് വാല്യൂ ഉള്ളൂ. ബാക്കി ഒന്നിനും ആ ഒരു 40 എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ പീക്ക് വാല്യൂ ഇല്ല, ആ ഒരു ഫ്രീക്വൻസിയിൽ പീക്ക് വാല്യൂ ഇല്ല. പകരം എന്താണ്, എല്ലാം 0യിലേക്ക് വരുവാണ്. കണ്ടോ, എല്ലാം ഇവിടെ ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, ഓൾ ആർ കമ്മിങ് ടു ദാറ്റ് 0. സോ ഹിയർ ദ സബ് കാരിയേഴ്സ് ആർ നോൺ ഓവർലാപ്പിംഗ്. അതുകൊണ്ട് നമുക്ക് പറയാം അത് ഓവർലാപ്പിംഗ്, നോൺ ഓവർലാപ്പിങ്ങിൻ്റെ മീനിങ് അതാണ്. ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ് യൂസ്ഡ് സിങ്ക് ഫങ്ഷൻസ് സോ ദാറ്റ് വെൻ വൺ സബ് കാരിയർ ഹാവ് ഇറ്റ്സ് പീക്ക്, നോ അതർ സബ് കാരിയർ വിൽ ഹാവ് ഇറ്റ്സ് പീക്ക്. അപ്പം ഞാനിത് പറഞ്ഞത് നിങ്ങൾ വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വരയ്ക്കണം. ഒരു ഇൻസ്റ്റൻറ്റിൽ ഇപ്പം നമ്മൾ ഒരു സബ് കാരിയറിനെ ഞാനിവിടെ വരച്ചു. ഓക്കെ, ഇനി അടുത്ത സബ് കാരിയറിന് മാക്സിമം പീക്ക് ഇവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കലും അതിനെ ഇങ്ങനെ വരച്ച് വെക്കരുത്, ദാറ്റ് ഈസ് റോങ്. ഓക്കെ, നമ്മളിവിടെ ഒരെണ്ണം വരച്ചു, ദെൻ അടുത്ത സബ് കാരിയറിൽ നിങ്ങൾ വേറൊരു ഒരു സിങ്ക് ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ ആ സിങ്ക് ഫംഗ്ഷൻ അവിടെ മാത്രമേ അതിൻ്റെ പീക്ക് വാല്യൂ കാണാവുള്ളൂ. ബാക്കി ഇൻസ്റ്റൻറ്റിൽ അത് നൾസ് ആയിട്ട് മാറുവാണ്, അല്ലെങ്കിൽ ആ സിങ്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിട്ട് മാറുവാണ്. അങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് OFDM സിഗ്നലിൻ്റെ ആ ഒരു ഫിഗർ. ഇതാണ് ഒരു 4 കാരിയേഴ്സ് ഉള്ള OFDM സിഗ്നലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് OFDMൻ്റെ ട്രാൻസ്മിറ്റർ റിസീവർ ബ്ലോക്ക് ഡയഗ്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അത് വെച്ച് തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു OFDMൽ തന്നെ ധാരാളം നമുക്ക് എഴുതാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ അത്രേ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ സിൻസ് ദേ ഹാവ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ ഫോർ 10 മാർക്സ്, നമുക്ക് അതിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും കൂടി പഠിക്കാം. അപ്പോൾ ട്രാൻസ്മിറ്ററിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് OFDMൻ്റെ ട്രാൻസ്മിറ്ററാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ട്രാൻസ്മിറ്റർ ബ്ലോക്കാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റർ ബ്ലോക്കിൽ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുറേ സിമ്പിൾസ് ആണ്. ഓക്കെ, കുറേ സിമ്പിൾസ് ആണ്, X0, X1 അപ് ടു Xn-1. ഓക്കെ, ഇത് സീരിയൽ ആയിട്ടാണ്. സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒറ്റ ബ്ലോക്ക്, ഒരു സീരിയൽ ബ്ലോക്കായിട്ടാണ്. സീരിയൽ ഡേറ്റയാണ് X0, X1 എക്സെട്ര. ഓക്കെ, കുറേ സിമ്പിൾസ് ആണ്. ഒന്ന് BPSK മോഡുലേറ്റഡോ BFSK മോഡുലേറ്റഡോ എങ്ങനെയാണെങ്കിലും ഒരു മോഡുലേറ്റഡ് സിമ്പിൾസ് ആണ് ഈ X0, X1 അപ് ടു Xn-1. ഓക്കെ, ഇതിനെ നമുക്ക് OFDMലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെ സീരിയൽ ടു പാരലൽ കൺവേർട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതെന്താണ്, സീരിയൽ S⁻P, സീരിയലിനെ പാരലായിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ഇതൊരു സീരിയൽ ഡേറ്റയായിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ, സീരിയൽ ഡേറ്റയാണ്. അപ്പോൾ ഇതിനെ പാരലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും സോ മെനി ഡേറ്റാസ് ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് സീരിയൽ ഫോം, ഇത് പാരലൽ ഫോം. ഓക്കെ, ഇതിന് മറ്റൊരു പേരും ഉണ്ട് അല്ലേ, DMAX എന്നും പറയും. DMAX ചെയ്യുന്നത് ഇത് തന്നെയാണ്, സീരിയൽ ഡേറ്റയെ ഒരു ഇൻപുട്ടിനെ സോ മെനി ഔട്ട്പുട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, DMAX. അപ്പോൾ അതുകൊണ്ടാണ് സീരിയൽ ടു പാരലലിനെ DMAX എന്നും പറയാറുണ്ട്. മൾട്ടിപ്ലെയർ അല്ല, സോറി, ഇറ്റ് ഈസ് ഡീമൾട്ടിപ്ലെക്സ്ഡ് ഓർ DMAX. അപ്പോൾ ഇവിടെ X0, X1 ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്തു, പാരലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ സീരിയൽ ഡേറ്റേനെ നമ്മൾ പാരലിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി നമ്മൾ ഇതിനെ IFFT കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൻ്റെ IFFT ഓപ്പറേഷനാണ്. അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾസിൽ വി വിൽ ഫൈൻഡ് IFFT, വി വിൽ ഓപ്പറേറ്റ് IFFT, ഇൻവേഴ്സ് ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കും ഇതിൻ്റെ. ഓക്കെ, അതിൻ്റെ സൈസ് ഇവിടെ n സിമ്പിൾസ് ഉണ്ട്. സോ n പോയിൻറ്റ് IFFT ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് ഈ സ്മോൾ വെച്ചിട്ടുണ്ട്, സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തത്. IFFT ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുന്നത് X0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്
ക്യാപിറ്റൽ X1ൻ്റെ IFFT കണ്ടുപിടിക്കുമ്പോൾ സ്മോൾ x1. ഓക്കെ, ഈ IFFT കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനും കൂടി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് DSPയിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, n സിമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. വരുന്ന ഇൻപുട്ട് എന്താണ്? IFFTയുടെ ഇൻപുട്ട് X0, ക്യാപിറ്റൽ X0, ക്യാപിറ്റൽ X1, n-1. അപ്പോൾ ഇവിടെ L to Z up to n-1. ഓക്കെ, മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് ടേം 1/n, അതാണ് XK എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്കും K = 0, K = 1, K = 2 കൊടുക്കുമ്പോൾ ഓരോ സിമ്പിൾസും കിട്ടും. അപ്പോൾ ഇങ്ങനെ IFFT അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഈ ഒരു, ഇപ്പോൾ ഇവിടെ ഓർത്തോണം നിങ്ങൾ, IFFT യൂസ് ചെയ്യും, ഇൻവേഴ്സ് ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്യും, ചിലയിടത്ത് IDFTയും യൂസ് ചെയ്യുന്നതായിട്ട് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമും യൂസ് ചെയ്യും. പക്ഷേ ഇതാണ് കൂടുതലും കുറച്ചും കൂടി അഡ്വാൻറ്റേജസ്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ തിരിച്ച് സീരിയലിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് പാരലൽ ഫോമിലല്ലേ, സീരിയലിലേക്ക്. അതിന് വേണ്ടിയിട്ട് പാരലൽ ടു സീരിയൽ കൺവേർട്ടർ യൂസ് ചെയ്യും. പാരലൽ ടു സീരിയൽ കൺവേർട്ടർ എന്താ ചെയ്യുന്നത്? കുറേ പാരലൽ ഡേറ്റ എടുക്കും, ഒരൊറ്റ ഡേറ്റയായിട്ട് മാറ്റും. ഇത് പാരലൽ, ഇത് സീരിയൽ. ഇതിന് മറ്റൊരു പേരുണ്ട്, എന്ത്? മൾട്ടിപ്ലെക്സർ എന്നും പറയും. കണ്ടോ? അപ്പോൾ ഇവിടെ X0, X1 പാരലൽ ഫോമിലായിരുന്നു, ഇതിനെ ഒറ്റ ബ്ലോക്കാക്കി മാറ്റി. കണ്ടോ? X0, X1, X2, X3, X4, X5 ഒറ്റ ഒരു സീരിയൽ ഡേറ്റയാക്കി മാറ്റി, ഒരു സീരിയൽ ബ്ലോക്കായിട്ട് നമ്മൾ മാറ്റി ഇതിനെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ OFDM സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ OFDM ജനറേറ്റ് ചെയ്യുമ്പോൾ 2 കീ പോയിൻറ്റ്സുകളാണ്. ഒന്നെന്ന് പറഞ്ഞത് നമ്മൾ സബ് ക്യാരിയേഴ്സ് എന്ന് പറയുന്ന സബ് ക്യാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്യുക അല്ലേ, OFDMൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ അതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈക്ലിക് പ്രീഫിക്സിനെ ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈക്ലിക് പ്രീഫിക്സ് ആഡ് ചെയ്യും. നമ്മൾ ഈ IFFT ഒക്കെ കണ്ടുപിടിച്ചു, IFFT ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടി, പാരലൽ ടു സീരിയൽ ഡേറ്റ ചെയ്തു, അതിനുശേഷം ഇതിലേക്ക് നമ്മൾ സൈക്ലിക് പ്രീഫിക്സ് ആഡ് ചെയ്യും. ഓക്കെ, അതെന്താണ്? ഒരു പ്രീഫിക്സ് ആണ്, സൈക്ലിക് പ്രീഫിക്സ് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ ബിഫോർ ട്രാൻസ്മിറ്റിംഗ് ഈ സിമ്പലിനെ ഇങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? പ്രീഫിക്സ് ആഡ് ചെയ്യും. സൈക്ലിക് പ്രീഫിക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ ഒരു ഫിഗർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ X0, X1, X2, X3. ഓക്കെ, ജസ്റ്റ് 4 സിമ്പിളുള്ള ഒരു സീരിയൽ ഡേറ്റയായതെന്ന് വിചാരിക്കുക. ഒരു സീരിയൽ ഡേറ്റയാണിത്. ഓക്കെ, സീരിയൽ ബ്ലോക്ക് ഓഫ് ഡേറ്റ, സീരിയൽ ഡേറ്റയാണിത്. അപ്പോൾ സൈക്ലിക് പ്രിഫിക്സിൽ നമ്മൾ ഇതിന് പ്രിഫിക്സിലായിട്ട് അല്ലെങ്കിൽ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുറേ ബ്ലോക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇതാണ് സൈക്ലിക് പ്രിഫിക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, സൈക്ലിക് കുറേ ബ്ലോക്ക്സ് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അതെങ്ങനെ ആഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ X3 ഉണ്ടല്ലോ ഏറ്റവും, അതായത് ഇതിൻ്റെ ഈ ബ്ലോക്കിൻ്റെ ടെയിൽ ഭാഗത്ത് കിടക്കുന്ന സിമ്പിൾസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതും. അപ്പോൾ ഇത് X3 വരും. ഓക്കെ, പിന്നെ X2 ഇവിടേക്ക് വരും. കണ്ടോ? ഇങ്ങനെയാണ്. അതായത് ഈ ഒരു ടെയിൽ ബ്ലോക്കിൽ കിടക്കുന്ന സിമ്പിൾസിനെ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതും, ഫ്രണ്ടിലായിട്ട് എഴുതും ഈ ബ്ലോക്കിൻ്റെ. അങ്ങനെയാണ് നമ്മൾ സൈക്ലിക് പ്രീഫിക്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സീരിയൽ ഡേറ്റ ഇതല്ലായിരുന്നു. X0, X1, X2, X3 up to Xn-1. ഓക്കെ, X0, X1, X3, X2, X3 up to Xn-1. സൈക്ലിക് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റയുടെ മുമ്പിലായിട്ട് നമ്മൾ ഇത്രയും ഡേറ്റാസ് ആഡ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് വന്നത് എന്താണ്? X⁻n-1 അല്ലേ? ആ X⁻n-1 നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, ഇതിന് മുമ്പ് ഒരു X⁻n-2 ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ ഇവിടെ വെക്കും. അങ്ങനെ X⁻n-L അത് ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഡേറ്റ ആയിരിക്കും, അതിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കും. കണ്ടോ? ഞാനിവിടെ കാണിച്ചത് X3 ഇവിടെ എഴുതും. ഓക്കെ, ഈ X3 ഇവിടേക്ക് എഴുതും, X2 ഇവിടേക്ക് എഴുതും, X1 ഇവിടേക്ക് എഴുതും, X0 ഇവിടേക്ക് എഴുതും. ഒന്നുകൂടി കാണിക്കാം. ഇതാണ് ആ സീരിയൽ ഡേറ്റ. സൈക്ലിക് പ്രിഫിക്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X3 ഇവിടേക്ക് എഴുതും, ഈ X2 ഇവിടേക്ക് എഴുതും, X1 ഇവിടേക്ക് എഴുതും, X0 ഇവിടേക്ക് എഴുതും. കണ്ടോ? ഇതായിരുന്നു ആ സീരിയൽ ഡേറ്റ. അതിൻ്റെ ടെയിലിൽ നിന്ന് കണ്ടോ റൊട്ടേറ്റ് ചെയ്ത് എഴുതും. അതാണ് സൈക്ലിക് പ്രിഫിക്സ്. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ സൈക്ലിക് പ്രിഫിക്സും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഞാനിനി സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒരു പോർഷനെയാണ് എന്ത് സൈക്ലിക് പ്രിഫിക്സ് അല്ലെങ്കിൽ CP എന്ന് പറയുന്നത്. സോ അതാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ, ഈ വരുന്ന ഡേറ്റയ്ക്കകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? സൈക്ലിക് പ്രിഫിക്സ് ആഡ് ചെയ്യും. അപ്പോൾ സൈക്ലിക് പ്രിഫിക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഡേറ്റയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടോ സൈക്ലിക് പ്രിഫിക്സ്. ഇതാണ്. അപ്പം ഈ ഒരു നമ്മൾ OFDM സിഗ്നലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതാണ്.
ഇത്രയും പോർഷൻസിനെയാണ് നമ്മൾ ഇത്രയും സിമ്പിൾസിനെയാണ് നമ്മൾ OFDM സിഗ്നലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ സിമ്പിൾസ് കൂടാതെ എന്തും കൂടി വന്നിട്ടുണ്ട്, ഇത്രയും സൈക്ലിക് പ്രിഫിക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതായിരുന്നു നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയത്, ഇത്രയും പോർഷനായിരുന്നു. അതിൻ്റെ കൂടെ സൈക്ലിക് പ്രിഫിക്സും കൂടി ആഡ് ചെയ്ത് അതാണ് OFDM സിഗ്നലായിട്ട് നമ്മൾ ചാനലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്മിറ്റർ. ഇനി നമുക്ക് റിസീവർ നോക്കാം. റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റർ പഠിച്ചാൽ വളരെ എളുപ്പമാണ്. റിസീവർ അതിൻ്റെ നേരെ റിവേഴ്സ് ഫോമിൽ നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? റിസീവറിൽ നമ്മളവിടെ ആഡ് ചെയ്തില്ലേ, ഏറ്റവും അവസാനം ആഡ് ചെയ്തത് എന്തായിരുന്നു? സൈക്ലിക് പ്രിഫിക്സ് ആഡ് ചെയ്തു അല്ലേ. ആദ്യം റിസീവറിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സൈക്ലിക് പ്രിഫിക്സ് റിമൂവ് ചെയ്യുക എന്നാണ്. ഓക്കെ, ആ സൈക്ലിക് പ്രീഫിക്സ് റിമൂവ് ചെയ്യുക, അതാണ് ആദ്യത്തെ ഓപ്പറേഷൻ. അപ്പോൾ ആദ്യം ചാനലിൽ നിന്ന് കണ്ടോ, അപ്പോൾ ആ OFDM സിഗ്നൽ നമ്മൾ എവിടേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്? ചാനലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു അല്ലേ. ഇനി ആ ചാനലിൽ നിന്ന് ആ സാമ്പിൾസിനെ കളക്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സൈക്ലിക് പ്രിഫിക്സ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ചാനലിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു, കുറേ എക്സിൻ്റെ കുറേ ബ്ലോക്ക് ഓഫ് ഡേറ്റ ചാനലിൽ കൂടി അയച്ചു. റിസീവ് ചെയ്യുന്നത് y0, y1 അപ് ടു അല്ലേ, അങ്ങനെ നമ്മൾ അല്ലേ y(t) = ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ x(t) ആണെങ്കിൽ x(t) കൺവല്യൂട്ടഡ് വിത്ത് h(t) കിട്ടുന്നത് എന്താണ്? y(t) ആണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ y വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ സൈക്ലിക് പ്രിഫിക്സിനെ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്തത്? ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്യുക. ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടുന്നത്? ഇത് മാത്രമാണ് എനിക്ക് കിട്ടുന്നത് അല്ലേ, ഇത് മാത്രം കിട്ടും സൈക്ലിക് പ്രിഫിക്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ. അതിനെ റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ x0, x1 അപ് ടു xn-1 ആണെങ്കിൽ റിസീവ് ചെയ്യുന്നത് എന്തായിട്ടാണ്? y(t) y വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് y(0, y(1) അപ് ടു yn-1 എന്ന് എഴുതും. ബിക്കോസ് റിസീവ്ഡ് സിഗ്നൽ y(t) ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, ചാനലിലേക്ക് നമ്മൾ കൊടുക്കുവാണ്. x(t) ആണ് ഇൻപുട്ട് എങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? y(t). y(t) is x(t) കൺവല്യൂട്ടഡ് വിത്ത് h(t). അപ്പോൾ ഇവിടെ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോൾ തിങ് അല്ലേ, ഇത് മൊത്തത്തിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ സൈക്ലിക് പ്രിഫിക്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പം ബാക്കി ഇത്രയുമാണ് കിട്ടുന്നത് അല്ലേ. അതാണ് ഇവിടെ ഇൻ ടേംസ് ഓഫ് y എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ, അപ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്ത് ആ സൈക്ലിക് പ്രീഫിക്സ് റിമൂവ് ചെയ്തു, നമുക്ക് ഇത്രയും കിട്ടി. അപ്പോൾ ഇതെന്താണ്? സീരിയൽ ഫോമിലല്ലേ, സീരിയൽ ഫോമിലാണ് y(0, y(1) അപ് ടു yn-1. ഇനി ഇതിനെ പാരലലിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ സീരിയൽ ഡേറ്റയെ കുറേ സെറ്റായിട്ട് പാരലൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എന്താണ്? ഡീമക്സ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ y(0, y(1) ഇപ്പോൾ ഒരു ഇൻപുട്ട് ഒരുപാട് ഔട്ട്പുട്ട് അല്ലേ, അതാണല്ലോ ഒരുപാട് ഔട്ട്പുട്ട്, അതാണല്ലോ ഡീമക്സ്. ഒരു ഇൻപുട്ട് ഒരുപാട് ഔട്ട്പുട്ട് പാരലൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്ത IFFT ഓപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? FFT ഓപ്പറേഷൻ, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ y(0) ആണെങ്കിൽ ക്യാപിറ്റൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഓക്കെ, IFFT കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തത് ക്യാപിറ്റലായിരുന്നു, ക്യാപിറ്റൽ ലെറ്റേഴ്സിനായിരുന്നു സാമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്തത്. ആൻഡ് ഔട്ട്പുട്ട് സ്മോൾ ലെറ്റേഴ്സ്. ഇവിടെ നേരെ തിരിച്ച്. ഓക്കെ, ഇതിനെ FFT ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. y(0)യുടെ സാമ്പിളിനെ ക്യാപിറ്റൽ y(0), y(1)ൻ്റെ സാമ്പിളിനെ ക്യാപിറ്റൽ y(1), yn-1നെ ക്യാപിറ്റൽ yn-1. ദീസ് ആർ ദ FFT കോഎഫിഷ്യൻസ്, FFT സിമ്പിൾസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് റിസീവറാണല്ലേ, റിസീവറിലെ ഫൈനൽ മെത്തേഡ് എന്താണ്? നമ്മൾ എന്താണോ അയച്ചത്, എന്താണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിൾ എന്തായിരുന്നു? നിങ്ങൾ നോക്കിക്കേ, എന്തായിരുന്നു നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിൾ? ക്യാപിറ്റൽ X0, X1 അപ് ടു xn-1 അല്ലേ. ഇതിനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് ആ ബൈനറി ഡേറ്റ നമ്മൾ അല്ലെങ്കിൽ ആ ഡേറ്റ നമ്മൾ കണ്ടുപിടിക്കണം, റിക്കവർ ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ റിസീവർ ചെയ്യേണ്ടത്, അതാണ്. അപ്പോൾ ഈ ഒരു y(0, y(1)ൽ നിന്ന് നമ്മൾ സിമ്പിളിനെ ഡിറ്റക്റ്റ് ചെയ്യണം. എന്താണോ അയച്ചത് അതിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യണം. y(0)ൽ നിന്ന് x(0), y(1)ൽ നിന്ന് നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ അയച്ച x(1) ഡിറ്റക്റ്റ് ചെയ്യണം. yn-1ൽ നിന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത x(n-1) ഡിറ്റക്റ്റ് ചെയ്യണം. പക്ഷേ ഞാനിവിടെ x(0) നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ അയച്ച x(0, x(1) ഇങ്ങനെയല്ല ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ക്യാപ്പ് ഇട്ടാണ് അല്ലേ. കാരണം ഇത് എസ്റ്റിമേറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസ്റ്റിമേറ്റ് ഓഫ് x(0), ഇതെന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ഓഫ് x(1). കാരണം ഇതിനകത്ത് എറർ ഉണ്ടാകാം OFDM-ൽ, ബിറ്റ് എറർ റേറ്റ് ഉണ്ടാവും OFDM-ൽ. അപ്പോൾ അത് കാരണം എറർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ എസ്റ്റിമേറ്റും ഇതും ഈക്വൽ ആയിരിക്കും. പക്ഷേ എറർ ഉണ്ടെങ്കിലോ ഒരിക്കലും ഈ എസ്റ്റിമേറ്റും ഇതും ഈക്വൽ ആകത്തില്ല. അതുകൊണ്ടാണ് ഞാനതിനെ എസ്റ്റിമേറ്റ് ഇട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിമ്പിളിൻ്റെ എസ്റ്റിമേറ്റ് ആണ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഓക്കെ,
ഇനി ഇതൊരു പാരലൽ ഫോമിലല്ലായിരുന്നോ നമ്മൾ അല്ലേ? പാരലൽ ഫോമിലാണ് ഇതല്ലേ ഇപ്പോൾ കിട്ടുന്നത്. ഇത് ഉണ്ട് പാരലൽ ഫോം അല്ലേ, ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ട്. സോ പാരലൽ ഫോം ആണല്ലേ. പക്ഷെ നമ്മൾ സെൻഡ് ചെയ്തത് എങ്ങനെയാണോ? സീരിയൽ ഫോമിലാണല്ലേ. ഒരൊറ്റ ഡേറ്റ ആയിട്ടായിരുന്നു നമ്മൾ സെൻഡ് ചെയ്തത്. ഒരു ഡേറ്റ ആയിരുന്നു അല്ലേ. ഒരു ഡേറ്റ പിന്നെ നമ്മൾ പാരലൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമായിരുന്നു. സോ മെനി ഡേറ്റാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി തിരിച്ച് നമ്മൾ ആ സീരിയലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ എന്താണ്? ഈ വരുന്ന പാരലൽ ഡേറ്റയെ നമ്മൾ പാരലൽ ടു സീരിയൽ കൺവേർട്ടർ ഓർ മൾട്ടിപ്ലെക്സർ മക്സിലേക്ക് കൂടി കടത്തിവിടും. മക്സ് എന്താ ചെയ്യുന്നത്? ഒരു ഇൻപുട്ടിന് സോ മെനി ഇൻപുട്ടിനെ ഒരൊറ്റ ഔട്ട്പുട്ടിലേക്ക് കടത്തിവിടും അല്ലേ. സീരിയൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യും, പാരലൽ ടു സീരിയൽ ഡേറ്റ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സീരിയൽ സിമ്പലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ ട്രാൻസ്മിറ്റർ റിസീവർ ബ്ലോക്ക് ഓഫ് OFDM. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു ലേൺ. നമ്മൾ ട്രാൻസ്മിറ്റർ പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് റിസീവറിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഒരു കാര്യം കൂടിയുണ്ട്. ഈ സീരിയൽ ടു ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സീരിയൽ ടു പാരലൽ കൺവേർട്ടറിൽ ശരിക്കും ഇത് നമ്മുടെ സിമ്പിൾസ് ആണല്ലോ അല്ലേ, സിമ്പിൾസ് ആണ്. അപ്പോൾ ഈ സീരിയൽ ടു പാരലൽ കൺവേർഷൻ വരെ പറയുമ്പോഴത്തേക്കും ആ ഒറ്റ ഡേറ്റയെ ഒരൊറ്റ സീരിയൽ ബ്ലോക്ക് ഓഫ് ഡേറ്റയെ കുറേ പാരലൽ ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുവാണല്ലേ. ഇവിടെയാണ് ഓരോ സിമ്പിളിനെയും ഓരോ സബ് ക്യാരിയറിലേക്ക് ലോഡ് ചെയ്യുന്നത് അല്ലേ. മൊത്തത്തിലുള്ള ഒരു ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ആ ഒരു ക്യാരിയറിനെ ഒരുപാട് സബ് ക്യാരിയേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ അല്ലേ. അപ്പോൾ ഈ ഒരു സീരിയൽ ടു പാരലൽ കൺവേർഷൻ ശരിക്കും ചെയ്യുന്നത് ലോഡ്സ് ദ സിമ്പിൾ. ഈ സിമ്പിൾ ഉണ്ടല്ലോ x0 x1. ഓക്കെ, ദി സീരിയൽ ടു പാരലൽ കൺവേർട്ടർ ഈസ് ആക്ച്വലി ലോഡിങ് ദ സിമ്പിൾ ഓൺ ടു ദ സബ് ക്യാരിയേഴ്സ്. ആ ഓരോ സിമ്പിളിനെ ഓരോ സബ് ക്യാരിയേഴ്സിലേക്ക് ലോഡ് ചെയ്യുവാണെന്നും ആ ഒരു കൺസെപ്റ്റാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. ഒരുപാട് ഇൻഡെപ്തിലേക്ക് നമുക്ക് പോകാനാണെങ്കിൽ ഒരുപാടുണ്ട്. സൈക്ലിക് പ്രിഫിക്സും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടും നല്ല രസകരമായ ടോപ്പിക്കാണ്. ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് OFDMലേക്ക് പറ്റിയിട്ട്. പക്ഷേ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത്രയും നിങ്ങൾക്ക് മതി. അപ്പോൾ ട്രാൻസ്മിറ്ററിൽ നമ്മൾ പഠിച്ച അതേ ഓപ്പറേഷൻസ് റിസീവറിൽ നേരെ തിരിച്ച് റിസീവറിലുള്ള ആദ്യത്തെ ഓപ്പറേഷൻ ഓർത്ത് വെക്കുക. സൈക്ലിക് പ്രീഫിക്സ് റിമൂവ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ ട്രാൻസ്മിറ്റർ റിസീവർ കഴിഞ്ഞിട്ട് ഞാൻ ഈ വരച്ചിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രാം പല രീതിയിൽ പലരെയും പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇത് ട്രാൻസ്മിറ്ററും ചാനലും റിസീവറും ഞാൻ ഒരുമിച്ച് വരച്ച് വെച്ചിരിക്കുക. കണ്ടോ, ഡേറ്റ സോഴ്സിനെ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? സീരിയൽ ടു പാരലൽ കൺവേർഷൻ. ഇത് സീരിയൽ ഡേറ്റ ഒരുപാട് ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓപ്പറേഷൻ ഏതാണ് ട്രാൻസ്മിറ്ററിൽ? IFFT. അതിനുശേഷം പാരലൽ ടു സീരിയൽ കൺവേർട്ടർ. നമ്മൾ ആ ഫ്ലോ ചാർട്ടായിട്ട് പഠിച്ചത് ബ്ലോക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ സൈക്ലിക് പ്രിഫിക്സ് CP എന്ന് പറഞ്ഞാൽ സൈക്ലിക് പ്രിഫിക്സ് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളിത് ചാനൽ കണ്ടോ, അടുത്ത ഏതാണ്? ചാനലാണ്. ഇത്രയും ചാനലിൽ കൂടി കൊടുത്തു. ചാനലിലൂടെ കൊടുത്ത് ഇത്രയും പോർഷൻ റിസീവറാണ്. റിസീവറിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആ സൈക്ലിക് പ്രിഫിക്സ് റിമൂവ് ചെയ്തു, സ്ട്രിപ്പിംഗ് ഓഫ് അല്ലേ. എന്നിട്ട് നേരെ തിരിച്ച് കണ്ടോ, ഇത് എങ്ങനെ എളുപ്പം വരയ്ക്കാൻ. ഇത് അഡീഷൻ ആണെങ്കിൽ ഇവിടെ സ്ട്രിപ്പിംഗ്, ഇത് പാരലൽ ടു സീരിയൽ ആണെങ്കിൽ ഇവിടെ സീരിയൽ ടു പാരലൽ. ഇവിടെ IFFT ഓപ്പറേഷൻ അല്ലേ നടന്നത്, അപ്പോൾ ഇവിടെ FFT ഓപ്പറേഷൻ. ഓക്കെ, ഇവിടെ സീരിയൽ ടു പാരലൽ ആയിരുന്നു, ഇവിടെ പാരലൽ ടു സീരിയൽ കൺവേർഷൻ. ആൻഡ് ഫൈനലി നമുക്ക് എസ്റ്റിമേറ്റ് കിട്ടും ഡേറ്റ. ഞാൻ ആ ഫ്ലോ ചാർട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്തത് ആ ഒരു ബ്ലോക്ക് ഡയഗ്രം രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അഡ്വാൻറ്റേജസ് നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻ്റ് ആണ്, ഡേറ്റ റേറ്റ് ഹൈ ആണ്, പാരലൽ ട്രാൻസ്മിഷനൊക്കെ ഇനേബിൾ ചെയ്യും അല്ലേ. ഒരു ഡേറ്റ ഒരു ക്യാരിയറിനെ തന്നെ നമ്മൾ എത്രയാണ് സോ മെനി സബ് ക്യാരിയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്, അതാണ് പറയുന്നത്. സോ ദാറ്റ് വിൽ ഇനേബിൾ പാരലൽ ട്രാൻസ്മിഷൻ ബിക്കോസ് വി ഹാവ് ഡിവൈഡഡ് ദ ബാൻഡ് വിഡ്ത്ത് ഇൻ ടു മെനി സബ് ബാൻഡ്സ്. ഈച്ച് സബ് ബാൻഡ് ക്യാരീസ് ആൻ ഇൻഫോർമേഷൻ അല്ലേ. ഒരു ബാൻഡ് വിഡ്ത്തിനെ ഡിഫറെൻറ്റ് സബ് ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ഈച്ച് സബ് ബാൻഡ് ഈസ് ഗോയിങ് ടു ക്യാരി ആൻ ഇൻഫോർമേഷൻ. അതുകൊണ്ടാണ് enables parallel transmission എന്ന് പറയുന്നത്. These are the advantages of OFDM. So this was the last topic in our 6th module. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറേ മോഡ്യൂൾസിൽ നിന്ന് ഇപ്പം കഴിഞ്ഞ കുറേ മോഡ്യൂൾസിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതും ഉള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽസ് നമുക്കിനി അടുത്ത കുറച്ച് 2-3 ക്ലാസ്സുകളുണ്ട്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ കവർ ചെയ്യാം എല്ലാ മോഡ്യൂളിലും. ഓക്കെ, സോ താങ്ക് യു.